അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബറോസ് മൂവിയുടെ ഒരു വലിയ അപ്ഡേഷൻ ഉണ്ടായതാണ് കങ്കുവ സിനിമയുടെ ഒപ്പം തന്നെ. കങ്കുവ സിനിമയുടെ ഇന്റർവെല്ലിൽ ബറോസ് മൂവിയുടെ ട്രെയിലർ പ്രദർശിപ്പിച്ചിരുന്നു. വളരെ നല്ല ഒരു 3D ട്രെയിലർ ആയിരുന്നു എന്ന് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു 3D ട്രെയിലർ യൂട്യൂബിലും എത്തിച്ചിരിക്കുകയാണ്. യൂട്യൂബിൽ എത്തിച്ചിരിക്കുന്നത് ഒരു വെർച്വൽ 3D ട്രെയിലർ എന്ന രീതിയിലാണ്. ഇപ്പൊ ഏകദേശം ഒരു റിയൽ 3D അല്ല, ഒരു വെർച്വൽ 3D ട്രെയിലർ ആയിട്ടാണ്. 3D ഗ്ലാസ് ഒന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ ഒരു 3D എഫക്റ്റ് ആ ട്രെയിലറിലൂടെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പടത്തെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല. ടാഗ് ലൈൻ പോലെ തന്നെ നിധി കാക്കുന്ന ബോധം ബറോസ്, അതായത് സ്റ്റോറിയെക്കുറിച്ച് മോഹൻലാലും അവരുടെ അണിയറ പ്രവർത്തകരും ഒക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കഥയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം സന്തോഷ് ശിവന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഒരുപാട് മാസ് മൂവി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടു. പക്ഷേ മോഹൻലാൽ ഫാൻസ് കയറി ഇതിനൊക്കെ ഒരു ഫാൻ ഷോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളാനാ സാധ്യത. കാരണം ആ രീതിയിലൊരു പടം ആവാൻ സാധ്യതയില്ല. എന്തായാലും ക്വാളിറ്റി മേക്കിംഗ് ആയിരിക്കും, ഉറപ്പാണ്. അത് മോഹൻലാൽ ഒരു എന്റെ പരിചയസമ്പന്ന ഡയറക്ടർ എന്നുള്ള രീതിയിലൊന്നും അല്ല, നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിലൊന്നും മാത്രമല്ല. കാരണം ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെല്ലാവരും വിദേശത്ത് നിന്ന് വലിയ വലിയ മൂവീസിൽ വർക്ക് ചെയ്തവരാണ്. കൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ARMന്റെ 3Dയെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് മോശം കേട്ടിരുന്നു. നല്ല മൂവി ആയിരുന്നു, പക്ഷെ എൻ്റെ 3D വളരെ മോശമായിരുന്നു. അപ്പൊ അതുപോലെ ഒന്നും ആയിരിക്കത്തില്ല. കാരണം റിയൽ 3D ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത മൂവിയാണ് ബറോസ്. അതായത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സാങ്കേതികതയൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നവരാണ്. നല്ല പൈസ എറിഞ്ഞ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ എത്തുകയാണ് ഡിസംബർ 25-ന്. അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. കാണണം. നല്ലൊരു 3D മൂവി ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഫാന്റസി മൂവികൾ മലയാളികൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ARM മൂവിയുടെ അവസാന ഭാഗത്ത് കുറെ ഫാന്റസി എലമെന്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് പുള്ളിയെ ഗുഹയ്ക്കുള്ളിലൂടെ പോകുന്ന അതൊക്കെ ആ മൂവിയുടെ വിജയത്തിന് വളരെയധികം പങ്കുവഹിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഫാന്റസി മൂവികൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല വേൾഡിൽ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മൂവിയാണ്. ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം അധികം ആരും മലയാളികളൊന്നും ഇല്ല. പ്രണവ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു, പ്രണവ് മോഹൻലാല്. പിന്നെ വേറെ ഒന്നോ രണ്ടോ ആളുകൾ മലയാളികൾ ഉണ്ടെന്ന് കേൾക്കുന്നു, ഇന്ത്യൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു. അല്ലാതെ ബാക്കി എല്ലാവരും വിദേശത്തു നിന്നുള്ളതാണ്. അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും എല്ലാവരും. എന്തായാലും ഇന്റർനാഷണൽ ലെവലിലാണ് പടം ഇറക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. ആ ലെവലിൽ തന്നെ റീച്ചായി മലയാളികൾക്ക് നല്ലൊരു അനുഭവമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സിനിമ ഇറങ്ങി മോശമായെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് കുറ്റം പറയുക തന്നെ ചെയ്യും. എന്തായാലും ഒരുപാട് വിശ്വാസത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ, അവരുടെ അണിയറ പ്രവർത്തകരെ പോലെ തന്നെ ഒരു പ്രേക്ഷകനായി ഞാനും ഈ സിനിമയുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു.